ജോലിയുമായി ബന്ധപ്പെട്ട ടെൻഷൻസ് കുറയ്ക്കാനുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഷെയർ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ജോലിയും ഫാമിലി ലൈഫും തമ്മിൽ ക്ലാഷ് വരാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം വരുന്ന സമയത്ത്, ടെൻഷൻ വരുന്ന സമയത്ത് ആളുകൾ പല രീതിയിലുള്ള കാര്യങ്ങളിലാണ് ചെയ്യുന്നത്. ചില ആളുകൾ ചിലപ്പോൾ അതിന് താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു ലഹരിയൊക്കെ ഉപയോഗിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ചിലവർ ഈ ഒരു ദേഷ്യത്തിൻ്റെ ബാക്കി ഭാഗം വീട്ടിൽ പോയിട്ട് പ്രകടിപ്പിക്കും. ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഉറക്കത്തിനെ ബാധിക്കാറുണ്ട്. ചിലപ്പോൾ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള അവസ്ഥയിലേക്കും പോകാറുണ്ട്. എന്നാൽ സ്പെസിഫിക് ആയിട്ട് 5 കാര്യങ്ങളിൽ ഒന്ന് വർക്ക് ചെയ്താൽ ഇതിലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ ബിജു ബാലഗോപാൽ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഹിപ്നോതെറാപ്പിസ്റ്റ്, NLP ഗ്രാൻഡ് മാസ്റ്റർ. കുറേ നാളായിട്ട് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള ഇത്തരം പ്രോഗ്രാംസിലേക്ക് പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഓൺലൈനായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം കുറയ്ക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ടെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്താണ്, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചില വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി വളരെ വിശദമായിട്ട് മൈൻഡ്ഫുൾനെസ് പഠിക്കുന്നുണ്ടെങ്കിൽ കോഴ്സിലേക്കുള്ള ആക്സസ് കിട്ടുന്നതാണ്. കമ്മ്യൂണിറ്റി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് സാധിക്കും. മൈൻഡ്ഫുൾനെസ് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം ടെൻഷൻ കുറയും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഗുണം, നിങ്ങളുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഷനാണ് എന്ന് വിചാരിക്കുക. സാഹചര്യങ്ങൾ ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. സാഹചര്യങ്ങൾ അതേപോലെ കണ്ടിന്യൂ ചെയ്തു പോകും. എന്നാൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതേ സാഹചര്യത്തിലും ടെൻഷൻ കുറച്ച് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വർക്ക് ലൈഫ് ബാലൻസ് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, നോ പറയേണ്ട കാര്യങ്ങളിൽ നോ പറയുക എന്നുള്ളതാണ്. അത് ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, പൊളൈറ്റായിട്ട് ഹംബിളായിട്ട് നോ പറയുക. നോ പറയാൻ പറ്റാത്ത ആളുകളെ സംബന്ധിച്ച് അവരെ അനാവശ്യമായിട്ട് കുറേ ടെൻഷൻസ് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അവരെ പല ആളുകളും മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും നോ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ പോലും പൊളൈറ്റായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻസ് പറയുക, നിങ്ങളുടെ സാഹചര്യങ്ങൾ പറയുക. ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ച് ചെയ്യും. അപ്പോൾ അത് നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിലൊരു മാനസികമായിട്ടുള്ള ക്ലേഷും ടെൻഷനും വരാനുള്ള സാഹചര്യമുണ്ട്. മൂന്നാമത്തെ കാര്യം, പ്രയോറിറ്റി കൊടുക്കുക, അതനുസരിച്ച് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫാമിലിക്ക് വേണ്ട സമയം ഫാമിലിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കണം. അത് കുറച്ച് സമയമാണെങ്കിലും ക്വാളിറ്റി ടൈം കൊടുക്കുക. പിന്നെ അത് ഓർഗനൈസ് ചെയ്യുക. ഇതേപോലെ ജോലിയിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് പ്രാധാന്യം കൊടുക്കുക. അല്ലാതെ വേറെ കുറേ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് ഒന്നിനും സമയമില്ല എന്ന സാഹചര്യത്തിലൂടെ പോകാനായിട്ട് നിൽക്കരുത്. അല്ലെങ്കിൽ അത് ഒന്ന് മാറ്റി ചിന്തിക്കുക. നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുക. ജോലിയിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഫാമിലിക്ക് ഇപ്പം എല്ലാ ദിവസവും എല്ലാ സമയവും ഫാമിലിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ സാധിക്കുമോ? ഇനി അതല്ലെങ്കിൽ നല്ല തിരക്കാണ്, ദൂരെയുള്ള സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു ഹോളിഡേയിൽ കുറച്ച് മണിക്കൂർ മാറ്റി വയ്ക്കാൻ പറ്റുമോ? അതിന് പ്രാധാന്യം കൊടുക്കുക. അത് വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം, ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. അതായത് ജോലിയിലാണെങ്കിൽ പോലും ഒന്ന് ഫ്രഷ് ആവാൻ ഗ്യാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രഷ് ആവുക. ഇനി കണ്ടിന്യൂസ് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു സമയം, കാലത്തോ ഈവനിങ്ങിലോ ഒരു ബ്രേക്ക് എടുക്കുക. കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ഒന്ന് നടക്കാൻ പോയി കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടും. ഒപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു എനർജി ലെവൽ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയറക്റ്റ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒന്നുകിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, കുറച്ച് മ്യൂസിക് കേൾക്കുക, മെഡിറ്റേഷൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെസ്റ്റാണ്. അങ്ങനെ ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക. വെറും ജോലി, അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഫാമിലിയിലെ കാര്യങ്ങൾ, അങ്ങനെ ടൈറ്റ് ഷെഡ്യൂളിൽ പോകരുത്. അതിന് മാറ്റം കൊടുക്കുക. അതേപോലെ ഹോളിഡേയ്സ് എൻജോയ് ചെയ്യുക. എന്തെങ്കിലും യാത്രകളുണ്ടെങ്കിൽ, ഇനി സ്പിരിച്വൽ താല്പര്യമുള്ള ആളുകളാണ്, ദൈവവിശ്വാസം കാര്യങ്ങളൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഫാമിലി ആയിട്ടോ
അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലോ ഒരു ചെറിയ ബ്രേക്ക് എടുത്തുകൊണ്ട് എപ്പോഴും ഒരു റീഫ്രഷ്മെൻറ്റ് ആവശ്യമാണ്. നിങ്ങളുടെ മനസ്സിന് ഒരു റിലാക്സേഷൻ കൊടുക്കണം, അതിന് ബ്രേക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ട്രെയിനിങ് ഫീൽഡിലും കൗൺസിലിംഗ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള ജോലിയുടെ ഇടയിൽ പോലും ഒരു ബ്രേക്ക് എടുക്കാറുണ്ട്. ബ്രേക്ക് എടുക്കുമ്പോൾ ഒന്ന് റീഫ്രഷ് ആവാം, പുതിയ കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒന്ന് ബ്രേക്ക് എടുക്കുമ്പോഴാണ്. അതല്ല ഫുൾ വർക്കിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരിക്കും, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതിൽ നിന്ന് ബ്രേക്ക്, നിങ്ങളുടെ ജോലിയും സാഹചര്യവും അനുസരിച്ച് ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക. ഒരു ദിവസം കുറച്ച് സമയം കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതല്ല അത്രയും തിരക്കുള്ള സാഹചര്യമാണെങ്കിൽ കൊടുക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു റീഫ്രഷ്മെൻറ്റ് കൊടുക്കുക. അടുത്തത് 5ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എക്സസൈസ് ആണ്. എത്ര തിരക്കുള്ള ജോലിയാണെങ്കിൽ പോലും കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും ഒരു ഫിസിക്കൽ എക്സസൈസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം മാനസിക ആരോഗ്യവും ഫിസിക്കൽ എക്സസൈസും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട്. ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ആളുകളിലെ മെൻ്റൽ പവർ കൂടും, അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരിക്കും, ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക എനർജി വരും. കാലത്ത് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ബെറ്ററാണ്. ആ ഒരു ദിവസം നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള വൈബ് കിട്ടും. ഇനി അതല്ല, ഈവനിങ് ആണെങ്കിൽ പോലും കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യുക. ഒന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ റൂമിൽ ജോഗിങ്ങിലും പ്രാക്ടീസ് ചെയ്യുക. അതായത് നിന്നിട്ട് ഓടുന്ന പോലെ ജോഗിങ്ങിലും പ്രാക്ടീസ് ചെയ്യുക. അത്രയെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. 1, മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. 2, നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോ പറയാൻ പഠിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് കൊണ്ടു നടക്കരുത്. പിന്നെ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് അത് ഓർഗനൈസ് ചെയ്യുക. 4ാമത്തെ കാര്യം ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക. 5ാമത്തെ കാര്യം ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. ഈ ഒരു 5 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ താഴെ കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. ഒപ്പം ഓൺലൈനിൽ നടക്കുന്ന ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ വാട്സപ്പ് ലിങ്ക് ഇടുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ സമയം സൗകര്യം അനുസരിച്ച് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഐ വിഷ് യു ആൾ ദി ബെസ്റ്റ്.